ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നു. UDF സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി, സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി. കണ്ണൂരിൽ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുകയാണെന്നും ആന്തൂരിൽ 5-ാം പീടിക വാർഡിൽ UDF സ്ഥാനാർത്ഥിയായ ലിവ്യയെ CPM തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ സ്ഥിതി പോലും ഉണ്ടായെന്നും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു. ആന്തൂരിൽ ഭീഷണി കാരണം 2 ഡിവിഷനുകളിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ UDFന് കഴിഞ്ഞില്ല. മറ്റ് പലയിടത്തും CPM സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയെന്നും സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് 4 പേരെയും ഭീഷണിപ്പെടുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. മലപ്പട്ടം 12-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി നിത്യശ്രീയുടെ പത്രിക വ്യാജ ഒപ്പ് ചൂണ്ടിക്കാട്ടി തള്ളിയതും ശരിയല്ലെന്നും മാർട്ടിൻ ജോർജ് ചൂണ്ടിക്കാട്ടി. നിത്യശ്രീ നേരിട്ട് ഹാജരായാണ് പത്രിക നൽകിയത്. ഇന്ന് നേരിട്ട് ചെന്നിട്ടും പത്രിക തള്ളിയെന്നും കണ്ണൂർ കളക്ടർ CPMനെ സഹായിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നിത്യശ്രീയുടെ പത്രിക തള്ളിയ വിഷയം കളക്ടറേറ്റിൽ ഹിയറിംഗ് നടത്തി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട മാർട്ടിൻ ജോർജ് CPMന്റെ തോന്നിവാസം ഇനി അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. കണ്ണപുരം പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിൽ പാർട്ടി നേതാക്കളിൽ ചിലർക്ക് വീഴ്ച പറ്റിയെന്നും അദ്ദേഹം സമ്മതിച്ചു. കണ്ണൂരിലെ ജനാധിപത്യ കശാപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ വിവിധ ജില്ലകളിൽ UDF സ്ഥാനാർത്ഥികൾക്ക് തിരിച്ചടിയായി നിരവധി പത്രികകൾ തള്ളിയിട്ടുണ്ട്. എറണാകുളം, കോട്ടയം, തൃശൂർ, വയനാട്, കൊല്ലം, കണ്ണൂർ ജില്ലകളിലാണ് പത്രിക തള്ളിയത്. സാങ്കേതിക പിഴവുകൾ, നിയമപരമായ അയോഗ്യതകൾ, മുൻ തെരഞ്ഞെടുപ്പ് കണക്കുകൾ സമർപ്പിക്കാതിരിക്കൽ എന്നിവ മൂലം പ്രമുഖരടക്കം നിരവധി UDF സ്ഥാനാർത്ഥികളുടെ പത്രികയാണ് തള്ളിയത്.